2 മാമ്പഴമൊക്കെ പിടിച്ചിട്ട് എന്നാ പരിപാടി ഇതല്ലേ, ഡെസേർട്ട് ഉണ്ടാക്കാം. ഒരു ചെറിയ മധുരം. മാമ്പഴമൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നാ പറയുക, നെയ്യുണ്ട്, കുറച്ച് ഞാലിപ്പൂവമ്പഴമാണ്, പിന്നെ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, ഇച്ചിരി തേങ്ങാപ്പീര, കുറച്ച് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടിയാണ്, കുറച്ച് നെയ്യ് ഒഴിച്ചു ഒരു പാനിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്കിതങ്ങ് കോരിയെടുക്കാവേ. കുറച്ച് തേങ്ങ, ചിരണ്ടിയ തേങ്ങ ഒന്ന് ചുമന്നോട്ടെ. കണ്ടോ, ഒരു പിഞ്ച് ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് ചേർക്കാവുള്ളൂ കേട്ടോ. തേങ്ങ റെഡി ആയിട്ടുണ്ടേ. തേങ്ങാപ്പീരയും കോരി എടുത്ത് വയ്ക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐസ്ക്രീം. അത് വാനിലയുടെ തന്നെയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വാനിലയുടെ ആ ഫ്ലേവർ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഐസ്ക്രീം അങ്ങോട്ടിടാം. കാഷ്യൂ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വീട്ടിലേതാണ് ഫ്രൂട്ട് ഉള്ളത് വെച്ചാൽ അത്. പഴം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഞാലിപ്പൂവൻ പഴം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കലാവാസന അനുസരിച്ച് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൊച്ചു വാസന അനുസരിച്ച് ഞാൻ ചെയ്തതാണ്. നമ്മുടെ തേങ്ങ വറുത്തതും ബാക്കി എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.